നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം തിമിർക്കുകയാണ്. മുന്നണികളുടെ നിലപാടുകൾ ചോദ്യം ചെയ്യപ്പെടുന്നു. മതഭീകര സംഘടനകളുടെ വോട്ടുറപ്പിക്കാൻ ഇടതു വലത് മുന്നണികൾ ശ്രമിക്കുന്നുവെന്ന ആരോപണം ശക്തമാണ്. തീവ്ര ഇസ്ലാമിക സംഘടനകളായ PDPയെയും ജമാഅത്തെ ഇസ്ലാമിയെയും വെള്ളപൂശുകയാണ് ഇടതു വലത് മുന്നണി നേതൃത്വങ്ങൾ. PDP LDFനും ജമാഅത്തെ ഇസ്ലാമി UDFനും പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഭാരതാംബ ചിത്രവിവാദവും ബക്രീദ് അവധി മാറ്റവുമെല്ലാം മുസ്ലിം വോട്ട് ബാങ്കിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയെന്ന ആക്ഷേപവും ശക്തമാണ്. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ചേരുന്നു. ടിൻഡു, ഓരോ തെരഞ്ഞെടുപ്പ് കാലവും വിവാദങ്ങളുടേതാകാറുണ്ട്. പക്ഷേ PDPയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇടതും ജമാഅത്തെ ഇസ്ലാമിയുടെ തോളിൽ കൈയിടുന്ന വലതും നൽകുന്ന തെറ്റായ സന്ദേശം, അതാണല്ലോ ഇപ്പോൾ നിലമ്പൂരിൽ ചർച്ചാ വിഷയം, അല്ലേ? ഗുഡ് മോർണിംഗ് രാജ്. അത് തന്നെയാണ് നിലമ്പൂരിൽ മാത്രമല്ല തൃക്കാക്കരയിലും അതോടൊപ്പം തന്നെ അവരെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടുള്ള മുന്നോട്ട് പോക്കലും ഒക്കെ പല ഘട്ടങ്ങളിലും കണ്ടതാണ്. ഒരു രാഷ്ട്രീയ കാലം അല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രത്തോളം പഴക്കമുണ്ട് ഇടതു വലത് മുന്നണികൾ ഇത്തരത്തിൽ വീതം വെപ്പ് തുടങ്ങിയിട്ട്. ഈ പുതിയ വീതം വെപ്പ് എന്ന് പറയുന്നത് PDP അതോടൊപ്പം തന്നെ ജമാഅത്തെ ഇസ്ലാമിയെയും വെൽഫെയർ പാർട്ടിയും ഒക്കെ ഇരു മുന്നണികളും പങ്കുവെക്കുന്ന കാഴ്ചയാണ് നമുക്ക് നിലമ്പൂർ കാണാൻ സാധിക്കുന്നത്. ഈ PDP പരസ്യമായി തന്നെ LDFന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും UDFന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിന്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 2009-ലും 2011-ലും ജമാഅത്തെ ഇസ്ലാമി പരസ്യമായിട്ട് LDFന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 18 മണ്ഡലങ്ങളിലും 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 121 മണ്ഡലങ്ങളിലും ജമാഅത്തെ ഇസ്ലാമി പരസ്യമായിട്ടുള്ളൊരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളൊരു രാഷ്ട്രീയ ചരിത്രം കൂടി നമുക്ക് രാഷ്ട്രീയ ചരിത്രം കൂടി നമുക്ക് ഉണ്ട് എന്ന് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും ഇടത് വലത് മുന്നണികൾ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ട് വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് എല്ലാ കാലത്തും പരസ്യമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിക്കുകയും പിന്നീട് ആ വോട്ടുകൾ വീതം വെച്ചെടുക്കുകയാണ് ചെയ്തത്. 2011 ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പരസ്യമായിട്ട് LDFന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ശശി തരൂറിനെയും KV തോമസിനെയും പരാജയപ്പെടുത്തുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ജമാഅത്തെ ഇസ്ലാമിയെയും പിന്നീട് പിളർന്നു വന്ന വെൽഫെയർ പാർട്ടിയുമാണ് ഇപ്പോൾ നിലമ്പൂരിൽ UDFന് പിന്തുണ പ്രഖ്യാപിക്കുന്നത്. UDFന് ജമാഅത്തെ ഇസ്ലാമിയും അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടിയും പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ ലീഗിൻ്റെ ഭാഗത്തു നിന്നുള്ള എതിർപ്പ് അത് പ്രത്യക്ഷമായിട്ടില്ലെങ്കിലും പരോക്ഷമായിട്ട് അത്തരത്തിലൊരു എതിർപ്പ് കാണാൻ സാധിക്കും. കാരണം മുഖ്യധാരയിൽ വരുന്ന മുസ്ലിം സംഘടനകളെ എപ്പോഴും പരസ്യമായി എതിർക്കുന്ന സംഘടനകളാണ് ജമാഅത്തെ ഇസ്ലാമിയും അതോടൊപ്പം തന്നെ വെൽഫെയർ പാർട്ടി എന്നൊക്കെ പറയുന്നത്. അവരുടെ എതിർപ്പുകൾ പരസ്യമായിട്ട് തന്നെ അല്ലെങ്കിൽ പരോക്ഷമായിട്ട് അവരുടെ എതിർപ്പുകൾ നിലനിൽക്കുമ്പോഴും ആ എതിർപ്പുകൾ വകവയ്ക്കാതെ വോട്ട് മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കാഴ്ചയും നിലമ്പൂർ കാണാൻ സാധിക്കുന്നുണ്ട്. LDFനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ കാലവും കാലുമാറി നിന്നുകൊണ്ട് മുന്നോട്ട് വന്നൊരു പാർട്ടിയാണ്, അല്ലെങ്കിൽ മുന്നോട്ട് വന്നൊരു രാഷ്ട്രീയ സംഘടന കൂടിയാണ് LDF എന്ന് പറയുന്നത്. 2024 ജമാഅത്തെ ഇസ്ലാമിയെ രൂക്ഷമായിട്ട് വിമർശിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകം ജയരാജൻ പുറത്തിറങ്ങുന്നു. ആ പുസ്തകത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഒരു വർഗീയ പാർട്ടിയാണെന്നും അതോടൊപ്പം തന്നെ ഈ മദനി ഒരു വർഗീയ സംഘടനയെ അല്ലെങ്കിൽ വർഗീയമായിട്ട് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുന്ന സംഘടനയുടെ ഭാഗമാണെന്നൊക്കെ വലിയ രീതിയിൽ അല്ലെങ്കിൽ PDPയെ പറ്റിയിട്ടൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിരുന്നു. ആ വിമർശനങ്ങളും അത്തരത്തിലുള്ള പ്രതിരോധങ്ങളും മറികടന്നുകൊണ്ട് ഇടതുപക്ഷവും ഇന്ന് നിലമ്പൂരിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട മകുട ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ CPI മുന്നോട്ട് വെച്ച അല്ലെങ്കിൽ CPIയുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് വയ്ക്കുന്ന രാജ്ഭവനിലെ ഭാരതാംബ ചിത്രത്തിൻ്റെ ഒരു വിവാദം. ആ വിവാദത്തിൽ ഗവർണർ വരെ നയപരമായിട്ട് തീരുമാനങ്ങളെടുത്ത് ഗവർണർ അതിൽ നിന്ന് ഒഴിഞ്ഞു നിന്നുവെങ്കിലും CPI അത് വലിയ രീതിയിൽ തന്നെ എതിർപ്പ് അല്ലെങ്കിൽ CPI അത് വലിയ രീതിയിൽ ഒരു രാഷ്ട്രീയ വിവാദമാക്കാൻ ശ്രമിക്കുകയും ഈ ബക്രീദ് റംസാൻ അവധികൾ നീട്ടിക്കൊടുത്തുകൊണ്ട് ആ ഒരു മതവിഭാഗത്തെ കൂടെ നിർത്താനും ശ്രമിക്കുകയും ചെയ്യുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂർ
നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഒരു ന്യൂനപക്ഷ മെജോറിറ്റി ഏരിയ ആണ്. അല്ലെങ്കിൽ ആ പ്രദേശത്ത് എങ്ങനെ കാലുമാറണം, എങ്ങനെ വോട്ട് കച്ചവടം നടത്തണമെന്ന് ഇരു മുന്നണികളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പരസ്യ പ്രഖ്യാപനങ്ങൾ. അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിന്നപ്പോൾ ഇക്കാലത്ത് അവർക്കത് ജമാഅത്തെ ഇസ്ലാമിയെ UDF-നൊപ്പം നിൽക്കുമ്പോൾ അതൊരു വർഗീയമായിട്ടുള്ള രീതിയായിട്ടും മത ന്യൂനപക്ഷ തീവ്രവാദികളായിട്ടും ഒക്കെ LDF പ്രചരിപ്പിക്കുമ്പോൾ LDF-ന്റെ പഴയകാല ചരിത്രം കുത്തിപ്പൊക്കിക്കൊണ്ട് അവരെ എതിർക്കാനാണ് UDF-ഉം ശ്രമിക്കുന്നത്. എന്നാൽ ഇരു മുന്നണികളും നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇരു മുന്നണികളും വോട്ട് കച്ചവടം തുടങ്ങിക്കഴിഞ്ഞു, വോട്ട് കച്ചവടം ആരംഭിച്ചു കഴിഞ്ഞു, വീതം വെപ്പലുകൾ കഴിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇവരുടെ ഘടകകക്ഷികളുടെ ഭാഗത്തു നിന്ന് വരുന്ന പ്രധാന ഘടകകക്ഷികളുടെ ഭാഗത്ത് ഘടകകക്ഷികളുടെ എതിർപ്പ് ഒരു വശത്ത്, മറ്റൊന്ന് കഴിഞ്ഞ ദിവസം കത്തോലിക്ക കോൺഗ്രസിനും UDF-നും മുന്നറിയിപ്പ് നൽകിയിരുന്നു. നിലമ്പൂരിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പുള്ളത്, വരാനിരിക്കുന്നുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. അതായത് ഒരു വശത്ത് നിങ്ങൾ മതേതരത്വം പറയുകയും മറുവശത്ത് മത തീവ്രവാദത്തിന് കുടപിടിക്കുകയും ചെയ്യുന്നത് എന്തിന്, അതിൽ നിന്ന് പിന്തിരിയൂ എന്ന ഓർമ്മപ്പെടുത്തൽ കത്തോലിക്ക കോൺഗ്രസ് നൽകിയിരുന്നു. ഇരു മുന്നണികളും പിന്മാറണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചത്. നോക്കൂ, ഒരു വശത്ത് ചിലർ അടുത്തു കൂടുമ്പോൾ മറുവശത്ത് ചിലർ അകലുകയാണ്. അതും നിലമ്പൂരിലെ വോട്ട് കാഴ്ചയല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. കാരണം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു മേജർ മൈനോറിറ്റി ഒരു മേഖലയാണ്. ആ മേഖലയെ സംബന്ധിച്ചിടത്തോളം CPM-നായാലും അല്ലെങ്കിൽ UDF-നായാലും ഇത്തരത്തിലുള്ളൊരു വീതം വെപ്പലുകൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നൊരു മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ആ മുന്നറിയിപ്പുകൾ വകം വയ്ക്കാതെ വരുന്ന തിരഞ്ഞെടുപ്പുകളെ പരിഗണിക്കാതെ അല്ലെങ്കിൽ വരുന്ന തിരഞ്ഞെടുപ്പുകളെ മുന്നിൽ കാണാതെയാണ് ഇന്ന് നിലമ്പൂര് അവർ വീതം വെപ്പുകൾ നടത്തുന്നത്. അതെങ്ങനെ ഇരു മുന്നണികളെയും ബാധിക്കുമെന്നൊരു കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അങ്ങനെ ഒരു കാര്യം ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ ഒരു ഘട്ടത്തിൽ അവർ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ അവർ വർഗീയവാദികളാണെന്നും മതന്യൂനപക്ഷവാദികളാണെന്നും തീവ്രവാദികളാണെന്നും ചാപ്പ കുത്തുന്ന സംഘടനകൾ അല്ലെങ്കിൽ ഇരുകൂട്ടരും, അതിന് LDF ആണെങ്കിലും അതോടൊപ്പം തന്നെ UDF ആണെങ്കിലും ഇരുകൂട്ടരും അത്തരത്തിൽ ചാപ്പ കുത്തുമ്പോൾ മറുഭാഗത്തു നിന്ന് ഒരു മതവിഭാഗങ്ങൾ ഒഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയും കാണാൻ സാധിക്കുന്നു. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മുസ്ലിം പ്രീണനം അവർക്ക് സാധ്യമാക്കി അല്ലെങ്കിൽ മുസ്ലിം പ്രീണനവുമായി മുന്നോട്ട് പോയേ സാധിക്കുകയുള്ളൂ. അത് മാത്രം അല്ലെങ്കിൽ നിലവിലെ വോട്ട് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു രാഷ്ട്രീയ ഒരു നാടകമാണ് നിലമ്പൂരിൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും ഇരു കൂട്ടർക്കും രണ്ട് മത ന്യൂനപക്ഷ വർഗീയ സംഘടനകൾ ഐക്യദാർഢ്യം അല്ലെങ്കിൽ അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പിന്തുണയെ അവരെങ്ങനെ ന്യായീകരിക്കണമെന്നാണ് ഈ ഘട്ടത്തിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു. PDP എപ്പോഴും പീഡിപ്പിക്കപ്പെട്ട അല്ലെങ്കിൽ എപ്പോഴും അടിച്ചമർത്തപ്പെട്ട സംഘടനയാണ്. ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ സംഘടനയാണ്. എല്ലാ കാലത്തും LDF-ന്റെ പ്രഖ്യാപിത നയമെന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള വർഗീയ സംഘടനയുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് എല്ലാ കാലത്തും LDF അവരുടെ നയം വ്യക്തമാക്കിയിട്ടുള്ളതാണെന്ന് ഒരു ഭാഗത്ത് പ്രതികരിക്കുമ്പോൾ മറ്റു ഭാഗത്ത് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ഇങ്ങനെ പറയുന്നുണ്ട്. ഈ പൗലോസിനെ അംഗീകരിക്കുന്നവർക്ക് എപ്പോഴും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ സാധിക്കും. അവരംഗീകരിക്കുന്നവർ എപ്പോഴും ശരിയായിരിക്കും, മറ്റുള്ളവർ അംഗീകരിക്കുന്നവർ എല്ലാ കാലത്തും തെറ്റായിരിക്കും. ഇന്ന് LDF ജമാഅത്തെ ഇസ്ലാമിയെ അംഗീകരിക്കുന്നില്ല, PDP ആണ് അംഗീകരിക്കുന്നത്. അതുകൊണ്ട് PDP അവർക്ക് നല്ലതായി തോന്നും. അപ്പോൾ ഇരു കൂട്ടരെയും തഴുകി തലോടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. കാരണം എല്ലാ കാലഘട്ടത്തിലും ഈ പ്രീണനം നടത്തിക്കൊണ്ട് ഈ ന്യൂനപക്ഷ വോട്ടുകളെ രണ്ടുപേരും വളരെ കൃത്യമായി വീതം വെച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃക്കാക്കരയിലും പാലക്കാടും ഒക്കെ അങ്ങനെ തന്നെ. പാലക്കാട് നമ്മൾ ഏറ്റവും കൂടുതൽ SDP വോട്ടുകളൊക്കെ ഇങ്ങനെ വീതം വെച്ച കാഴ്ചകളൊക്കെ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് നിലമ്പൂരും മുന്നോട്ട് പോകുന്നത്. നിലമ്പൂർ ഇതിനോടകം തന്നെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഈ ന്യൂനപക്ഷ വോട്ടുകളെ വ്യക്തമായ രീതിയിൽ വീതം വെക്കുക, വോട്ട് കച്ചവടം നടത്തുക. ഇത്തരം വിവാദങ്ങൾക്കിടയിൽ PV അൻവർ അപ്രസക്തനാകുന്നു.
തീർച്ചയായിട്ടും അത് ഈ ഘട്ടത്തിൽ പരിശോധിക്കുന്നതാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടതും ഏറ്റവും കൂടുതൽ വിവാദങ്ങൾ ഉണ്ടാക്കിയതും PV അൻവർ വിഷയമാണ്. അൻവർ ആർക്കൊപ്പം നിൽക്കും, അൻവർ ആരുടെ കൂടെ നിൽക്കും എന്നൊരു കാര്യമാണ് ആദ്യത്തെ ഘട്ടത്തിൽ ചർച്ച ചെയ്തത്. പിന്നീട് അൻവറെ ആരെങ്കിലും പരിഗണിക്കുന്നുണ്ടോ എന്നാണ് ചർച്ച ചെയ്തത്. പിന്നീട് അൻവർ ആരെങ്കിലും എന്നെ ഏറ്റെടുക്കുമോ എന്ന രീതിയിലേക്ക് പോവുകയായിരുന്നു. പിന്നീട് അൻവർ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന ഒരു ഘട്ടം വന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. പരസ്യ പ്രചാരണമൊക്കെ അടുക്കാൻ സമയമായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഇങ്ങ് വന്നു നിൽക്കുന്ന സമയത്ത് അൻവർ ഒരു നിറമങ്ങിയ ഹാലജൻ ബൾബ് പോലെ ആയിട്ടുണ്ട് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അൻവറിൻ്റെ ഒരു അല്ലെങ്കിൽ അൻവറിൻ്റെ ഒരു സ്വാധീനമൊന്നും ഇപ്പോൾ നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ നിലമ്പൂരിൽ പുറത്ത് വരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അൻവറിനോടൊപ്പം ആര് നിൽക്കുന്നു, അല്ലെങ്കിൽ അൻവർ എത്രത്തോളം ഈ ഇരു മുന്നണികളെ മത്സരിച്ചുകൊണ്ട് അൻവറിന് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നൊക്കെ കഴിഞ്ഞൊരു 3-4 ദിവസമായിട്ട് അത് ചർച്ചയിൽ വരുന്നില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അൻവറിനെ ആര് പിന്തുണയ്ക്കും എന്നൊന്നും, അല്ലെങ്കിൽ അൻവറിന് എത്രത്തോളം ഈ രാഷ്ട്രീയ ലാഭം ഉണ്ടാകും എന്നുള്ള കാര്യത്തിലൊക്കെ ഈ ഘട്ടത്തിൽ ചർച്ചയാണ്. അൻവർ ഒരു പ്രധാന പ്രധാന തിരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്ന് ഒഴിവാകുന്നുണ്ടോ എന്നും ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ട കാര്യമാണ്. കൃഷ്ണരാജ്. ശരി, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മതഭീകര സംഘടനകളുടെ വോട്ടുറപ്പിക്കാൻ ഇടതു വലത് മുന്നണികളുടെ ശ്രമം തുടരുന്നു. ചില പക്ഷത്തേക്ക് ചാഞ്ഞു കഴിഞ്ഞു. നിലമ്പൂർ അത് ചർച്ച ചെയ്യുന്നുമുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ടിൻഡു ദാസ്.